എല്ലാവർക്കും നമസ്കാരം. മഴക്കാലമായി കഴിഞ്ഞാൽ പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അത് മുല്ലപ്പെരിയാർ ഡാം തന്നെയായിരിക്കും. അപ്പൊ ഈ പ്രോബിംഗ് നടക്കണം. അപ്പൊ ഇന്നലെ അങ്ങനെയുള്ള ഒരു പ്രോബിന്റെ സയന്റിഫിക് ഇൻവെൻഷനിൽ തന്നെയുള്ള എൻഹാൻസ്ഡ് ഗോ അഹെഡ് ആൻഡ് ഫൈൻഡിങ്സ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ആണ് ഇന്നലെ ISROയിൽ കണ്ടക്ട് ചെയ്ത. ഉദ്ദേശം മുല്ലപ്പെരിയാറായിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോ വന്നു മുല്ലപ്പെരിയാറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ വിഘടനവാദികളെല്ലാം ഇത് തമിഴനെയും മലയാളിയെയും തമ്മിലടുപ്പിക്കാനാണ്. എന്താണത് കേരളത്തിന് ഇങ്ങനെ ഒരു മനോഭാവം? മുല്ലപ്പെരിയാർ ഡാം പുതിയതായി പണിയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് പോലും തലയിടാൻ പറ്റാത്ത തരത്തിൽ ഒരു ഡാം കമ്മീഷന് സുപ്രീം കോടതി നിയോഗിച്ച് it is strictly under the clutches of the Supreme Court of India. ഒരാൾക്കും അതിനകത്ത് തലയിടാനൊക്കത്തില്ല. തലയിട്ട് ഇതിന് കോർട്ടിന് പുറത്തൊരു സമവായം ഉണ്ടാക്കി വരണമെങ്കിൽ അതിന് ശ്രമിക്കേണ്ടത് ശ്രീമാൻ പിണറായി വിജയനും ശ്രീമാൻ സ്റ്റാലിനുമാണ്. അവർ രണ്ടുപേരും മറ്റ് പല കാര്യങ്ങളിലും ഒക്കുമെങ്കിലും ഇതിൽ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടൊക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ടത് അവരെയാണ്. അവരെ ഭയക്കേണ്ടത് നിങ്ങൾ തമ്മിൽ അടുപ്പിച്ച് ഇത് സാധിക്കൂ, ജനങ്ങളെ തമ്മിൽ അടുപ്പിച്ച് ചോര ചിന്തി ചെയ്ത് സാധിക്കൂ എന്ന് പറയുന്ന രാഷ്ട്രീയ നിശ്ചയത്തെ നിങ്ങൾ ഭയക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയനും ശ്രീ സ്റ്റാലിനും ഒത്തൊരുമിച്ചിരുന്ന് അഡ്മിനിസ്ട്രേഷനിലായിട്ട് ഒരു ദൃഢമായ തീരുമാനമെടുത്താൽ ഈ പറയുന്ന നമ്മുടെ 4 ജില്ലകളെയും അവിടുത്തെ വ്യക്തികളുടെയും ആ ഒരു സാന്നിധ്യ സമ്പന്നത കൊണ്ട് കണ്ണീരൊഴിക്കപ്പെട്ട് കത്തിപ്പോകാതെ നമ്മുടെ ഒരു സമ്പുഷ്ടിയിലേക്ക് അവരുടെ നിലനിൽപ്പ് ഉറപ്പിക്കുന്ന തരത്തിൽ ഇതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വിൽ ബിക്കം സോ വെരി ഈസി. ഇവരെന്താ അമാന്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോൾ. അത് ഈ ഡാം കമ്മീഷനെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ അവസാനിക്കും. മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഏട്ടൻ്റെ വാക്കുകളാണിത്. അതായത് നമ്മുടെ മലയാളികൾ ഏത് മഴക്കാലമായാലും ആദ്യം ചർച്ച ചെയ്യുന്ന കാര്യം മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചായിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് വയനാട് ഇത്രയും വലിയൊരു ദുരന്തം നമ്മൾ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം നടന്നതിന് ശേഷം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ചർച്ച കുറച്ച് കൂടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഡാമിൽ ഇപ്പോൾ മാപ്പിലൊക്കെ വളവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ സുപ്രീം കോടതി ആ ഒരു പാട്ടക്കരാറുണ്ടല്ലോ, ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പാട്ടക്കരാർ, ആ പാട്ടക്കരാർ അതിനെക്കുറിച്ച് അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പാണല്ലോ ഈ പാട്ടക്കരാർ ഉപകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഒരു സാധുത ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഭാഗങ്ങളായിട്ട് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അതായത് ഇതിനൊന്നും സംഭവിക്കില്ല, അഥവാ പൊട്ടിയാൽ തന്നെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന അത്രയും വലിയൊരു കേരളം ഇന്ന് വരെ കണ്ടതിൽ വെച്ചൊരു വലിയ അപകടം ഉണ്ടാകില്ല എന്ന് പറയുന്നവരുണ്ട്. പിന്നെ മറ്റേ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ 4 5 ജില്ലകൾ തന്നെ, അല്ലെങ്കിൽ 4 5 ജില്ലകളെ തന്നെ ബാധിക്കുന്ന വലിയൊരു അപകടമായിരിക്കും ഇതൊക്കെ എന്ന് പറയുന്നു. അതേപോലെ തന്നെ കൊച്ചിയിലേക്ക് എറണാകുളം എന്ന് പറഞ്ഞ ജില്ല മുഴുവൻ നല്ല രീതിയിൽ ബാധിക്കപ്പെടും. അങ്ങനെയുള്ള ചർച്ചകൾ വരെ സോഷ്യൽ മീഡിയയിൽ മുല്ലപ്പെരിയാറിനെ കുറിച്ച് നടക്കുന്നുണ്ട്. ഇത് മറുഭാഗത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഡാം പണിതിട്ടുള്ളത് പൂർണ്ണമായും കരിങ്കല്ലിലാണ്. അന്ന് സിമെൻറ്റിൻ്റെ ഒരു സ്കീം ഇല്ലാത്തതുകൊണ്ട്, സിമെൻറ്റ് കൊണ്ട് പണിയാമെന്നുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് സുറുക്കി മിശ്രിതമാണ്, അതിൻ്റെ ഉള്ളിലെ ലീക്കേജ് വരാതിരിക്കാൻ വേണ്ടി സുറുക്കി മിശ്രിതമാണ് നിറച്ചിട്ടുള്ളത്. ഈ സുറുക്കി മിശ്രിതം നിറച്ചാൽ തന്നെ അതതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി നിറച്ചിട്ടുള്ളതല്ല, കരിങ്കല്ലുമ്മയാണ് അത് വെച്ചിട്ടുള്ളത്. പൂർണ്ണമായി അത് നിലനിൽക്കുന്ന കരിങ്കല്ലിൻ്റെ ബലത്തിലാണ്. ലീക്കേജിന് മാത്രമായിട്ടുള്ള ഈ സുറുക്കി മിശ്രിതം ലീക്കായി പോയെന്ന് വിചാരിച്ച് അത് മുഴുവനും പോയാലും ഒന്നും ഉണ്ടാകില്ല എന്നാണ് ചിലരുടെ വാദം. അതായത് ഈ ഡാമിനൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നവരുടെ വാദം. പിന്നെ ഉരുൾപൊട്ടലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
എന്താണ് നശിച്ചു പോകാത്തത്? ഇതുപോലെ വലിയൊരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ ഡാമല്ല, എന്ത് സാധനമാണ്, മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള എന്ത് സാധനമാണ് ഭൂമികൾക്കുമോ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നശിച്ചു പോകാത്തതെന്നും കൂടിയുള്ളൊരു ചോദ്യമാണ് അവരുന്നയിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് ഒരിക്കലും നമ്മുടെ ഗവൺമെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഇപ്പോൾ കേരള സർക്കാരായാലും തമിഴ്നാട് സർക്കാരായാലും, തമിഴ്നാട് സർക്കാരിനാണല്ലോ, അവർക്കാണല്ലോ കൂടുതൽ ഇതുകൊണ്ട് ഉപയോഗമുള്ളത്, മുല്ലപ്പെരിയാർ കൊണ്ട് ഉപയോഗമുള്ളത്. അവർ 3 പേരും ഒരിക്കലും ഇത്രയും മനുഷ്യരുടെ ജീവിതം വെച്ച് കളിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ ഇതെല്ലാ കൊല്ലവും ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ മഴ നന്നായി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലും മനുഷ്യരുടെ ജീവന് ആപത്തുണ്ടാകുന്ന, അത് ഒരാളുടെ ആണെങ്കിൽ ഒരാളുടെ പോലും ജീവന് ഈ ഡാം കൊണ്ട് ആപത്ത് വരികയാണെങ്കിൽ അതിന് എന്തായാലും ഒരു നടപടി ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്നൊന്നും ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എന്തായാലും സുപ്രീം കോടതിയുടെ വിധിയൊക്കെ കാത്തു നിൽക്കുകയാണ് ഇപ്പോഴും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇത് എത്രയും നല്ലൊരു വിധി എത്രയും പെട്ടെന്ന് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇതിനനുകൂലമായിട്ട്, അതായത് ജനങ്ങളുടെ ഭയം എന്ന് പറഞ്ഞ സംഭവം, ജനങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അത് ഏത് രീതിയിലും അവരത് മാറ്റണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ ഇതിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തണമോ? തമിഴ്നാട് സർക്കാർ എന്തായാലും നല്ല രീതിയിൽ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജനങ്ങളുടെ ഭയം ഏത് രീതിയിലാണെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച് അവരുടെ ഒരു റിപ്പോർട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്താനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഡാം പൊളിച്ച് പണിയണമെങ്കിൽ അതങ്ങനെ ചെയ്യുക. ജനങ്ങളുടെ ജീവിതം വെച്ചിട്ട് ഒരിക്കലും ഇത് പരീക്ഷിക്കാൻ പാടില്ല. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.